വടകര കാവിർ സ്ക്രീൻഷോട്ട് കേസിൽ MSF നേതാവ് മുഹമ്മദ് കാസിമിനെ പ്രതിസ്ഥാനത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ഒഴിവാക്കി. കാസിം അല്ല സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് SITയുടെ നടപടി. LDF നൽകിയ പരാതിയിലായിരുന്നു മുഹമ്മദ് കാസിമിനെ പ്രതി ചേർത്തത്. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. വർഷ, ഗുഡ് മോർണിംഗ്. പറയും. ഗുഡ് മോർണിംഗ് SKN. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഉയരുന്നത്. MSF നേതാവായിട്ടുള്ള മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് പരാമർശം ഉയർന്നു വന്നത്. അന്ന് തന്നെ LDF നേതാക്കൾ ഈ പോലീസിൽ പരാതിയും നൽകി. തുടർന്നാണ് പോലീസ് കാസിമിനെതിരെ കേസെടുത്തത്. എന്നാൽ ഈ കേസ് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസും ലീഗും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഈ ഒരു കേസിലാണ് ഇപ്പോൾ MSF നേതാവായിട്ടുള്ള മുഹമ്മദ് കാസിമിനെ പ്രതിസ്ഥാനത്ത് നിന്നും പ്രത്യേക അന്വേഷണ സംഘം ഒഴിവാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ UDF സർക്കാർ നിയോഗിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ കാസിമിനെ കേസിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. മുൻപ് തന്നെ കാസിം സ്ക്രീൻഷോട്ട് നിർമ്മിച്ചു എന്ന് കണ്ടെത്താനുള്ള യാതൊരു തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നില്ല. കാസിമിന്റെ 3 ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അപ്പോഴും അതിൽ നിന്നും ഒന്നും കണ്ടെത്താനായതില്ല. തുടർന്ന് ഇത് വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ആ റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ നൽകിയത്. തുടർന്ന് കോടതിയും ഈ മുഹമ്മദ് കാസിം പ്രതിയല്ല എന്നുള്ള നിലയിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും കേസിൽ നിന്ന് മുഹമ്മദ് കാസിമിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോഴും ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇതുവരെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.